ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എച്ച് പാരാമീറ്റേഴ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷനുള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സിലും റെസിസ്റ്റേഴ്സ് മാത്രമുള്ള സർക്യൂട്ട്സ് എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് 3 എലമെൻറ്റ്സ് ഉള്ളൊരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ എച്ച് പാരാമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ അതായത് റെസിസ്റ്റേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും എലമെൻറ്റ്സ് ആയിട്ട് കോമ്പിനേഷൻ വന്നാൽ, അതായത് കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒക്കെ കോമ്പിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അത് ചെയ്യാൻ പറ്റില്ല. പകരം ഇതിനെ ആദ്യം തന്നെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സർക്യൂട്ടിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ തന്നെ ചേഞ്ച് ചെയ്യാണ്. റെസിസ്റ്റർ എന്തായിരിക്കും? SH1 തന്നെ ആയിട്ട് നിൽക്കും. ഇൻഡക്ടർ L എന്നുള്ളത് L ഇൻറ്റു എസ് എന്നാണ് ആവുക. സോ ഇവിടെ L 1 ഹെൻറി ആയിരുന്നു, അപ്പോൾ അത് വെറും എസ് ആവും. ഇതും 1 ഹെൻറി ആണ്, അപ്പോൾ അത് എസ് ആവും. പിന്നെ കപ്പാസിറ്ററിന് പകരം 1/CS എന്നാണ്. അപ്പോൾ സിയുടെ സ്ഥാനത്ത് 1 ഫാരഡ് ആണ്, അപ്പോൾ 1/S എന്നാവും. സോ അങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. നമുക്കിത് എസ് ഡൊമൈനിൽ കിട്ടി. അപ്പോൾ അത് എസ് ഡൊമൈനിൽ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എച്ച് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് നോക്കാം. V1 = H11 I1 പ്ലസ് H12 V2. I2 = H21 I1 പ്ലസ് H22 V2. ഇത് രണ്ടാണ് എച്ച് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ്. ഇനി ആദ്യം തന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അതായത് V2നെ 0 ആക്കണം. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ഔട്ട്പുട്ട് പോർട്ട് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ്. SC എന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അതായത് V2 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 0 ആണ്. നമുക്ക് ഈ ഇക്വേഷൻസിൽ V2നെ 0 ആക്കാം, അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ V2നെ 0 ആക്കാം. അപ്പോൾ ഇവിടെ എന്തായി? ഷോർട്ടായി എന്നർത്ഥം. അങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 പാരാമീറ്റേഴ്സ്, ഒന്ന് H11 ആണ്. H11 = V1/I1 എന്ന് വരും. അപ്പോൾ V1/I1 നോക്കാം. അപ്പോൾ നമുക്കിവിടെ V2 0 ആയി, I1 ഉണ്ട്, I2 ഉണ്ട്. ഈ ടോട്ടൽ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H11 കിട്ടും അല്ലേ? V1/I1 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സർക്യൂട്ടിലെ മെയിൻ സപ്ലൈ വരുന്നത് V1ഉം I1ഉം ആണ്, വോൾട്ടേജും കറൻറ്റും. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കണ്ടുപിടിച്ചാൽ ആര് കിട്ടും? H11 കിട്ടും. ഫസ്റ്റ് പാരാമീറ്റർ എച്ച് പാരാമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇമ്പിഡൻസ് വേണം. ഇവിടെ ഷോർട്ടഡ് എൻഡ് ചെയ്ത് വേണം നമ്മളെപ്പോഴും റെസിസ്റ്റൻസ്, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് ഷോർട്ടഡ് ആയി കഴിഞ്ഞാൽ എസ്സും 1/Sഉം എന്താണ്? പാരലലാണ്. കാരണം I2 ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഈ ജംഗ്ഷൻ എത്തുമ്പോൾ 1/Sൽ കൂടെ ഒരു പാത്ത് പോവും, ബാക്കിയുള്ളത് 1ൽ കൂടി എസ്സിൽ കൂടിയും പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എസ്സും 1/Sഉം പാരലലാണ്. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് ഇമ്പിഡൻസ് H11 കാണാനായിട്ട് എസ് പാരലൽ 1/S ആദ്യം ചെയ്യാം. അതിനോട് സീരീസ് ആയിട്ട് ആര് വരും? ഇവിടെ 1ഉം എസ്സും സീരീസ് ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ S+1 വരും. എസ് പാരലൽ 1/S എന്ന് പറഞ്ഞാൽ R1 പാരലൽ R2, അതായത് R1 R2/R1 + R2. അപ്പോൾ S × 1/S ഡിവൈഡഡ് ബൈ S+1/S. അപ്പോൾ നമുക്കത് എസ്സും 1/Sഉം ക്യാൻസലാവും. അപ്പോൾ 1/S² + 1 അല്ല, S × S² LCM എടുക്കുക, +1/S എന്ന് വരും. ആ എസ് ന്യൂമറേറ്ററിൽ വരും. പ്ലസ് S+1 ഉണ്ട്. അപ്പോൾ S/S² + 1 പ്ലസ് S+1 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ H11, അതായത് V1/I1. ഇനി നെക്സ്റ്റ് V2 0 ആക്കിയാൽ നമുക്ക് നെക്സ്റ്റ് കിട്ടാൻ പോകുന്ന പാരാമീറ്റർ H21 ആണ്. H21 കാണാനുള്ള ഇക്വേഷൻ I2/I1 ആണ് അല്ല, H21 = I2/I1. അപ്പോൾ I2 ഉം I1ഉം തമ്മിൽ എന്താ റിലേഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ സർക്യൂട്ടിൽ നോക്കുമ്പോൾ V2, അതായത് ഷോർട്ട് സർക്യൂട്ടിലുള്ള സർക്യൂട്ടിൽ നോക്കുമ്പോൾ I2 എന്ന് പറയുന്നത് S എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ടാണ്. ഇവിടെ നിന്ന് I1 വരുന്നുണ്ട്. I1 ഈ ജംഗ്ഷൻ എത്തുമ്പോൾ 2ആയി സ്പ്ലിറ്റ് ആവും. കുറച്ച് പോർഷൻ 1/Sൽ കൂടിയും കുറച്ച് പോർഷൻ Sൽ കൂടി ഫ്ലോ ചെയ്യും. സോ I1 Sൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു പാത്തും ഉണ്ട്. I2 എന്ന് പറയുന്നത് Sൽ കൂടെ ഡയറക്റ്റ്ലി പോകുന്ന കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ I1നെ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം
I1 എത്ര പോർഷനാണ് എസ്സിൽ കൂടെ പോകുന്നതെന്ന് നോക്കാം. അത് തന്നെയാണ് ആര് I2 അല്ലേ, കാരണം I2 എന്ന് പറയുന്നത് എസ്സിൽ കൂടെ സീരീസ് ആയിട്ട് പോകുന്ന കറണ്ടാണ്. അപ്പോൾ I2 എന്ന് പറയുന്ന കറണ്ട് എസ് എന്ന് പറഞ്ഞ ഇൻഡക്ടറിൽ കൂടെ പോകുന്ന കറണ്ടാണ്. സോ സെയിം കറണ്ട് നമുക്ക് I1 ടേംസിൽ എഴുതുമ്പോൾ I2 ഈക്വൽ ടു I2ൻ്റെ ഡയറക്ഷൻ I1ൻ്റെ ഡയറക്ഷൻസ് നോക്കുക. I2ൻ്റെ ഡയറക്ഷൻ്റെ I1ൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് സൈൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ I2 ഈക്വൽ ടു, അതായത് എസ്സിൽ കൂടെ പോകുന്ന കറണ്ട് I2 ഈക്വൽ ടു മൈനസ് I1, ഡയറക്ഷൻ കാരണം അത് മൈനസ് ആയി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് I1 ഇൻറ്റു കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം ഈ ജംഗ്ഷൻ എത്തുമ്പോഴാണ് I1 രണ്ടായി സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ എസ്സിൽ കൂടെ പോകുന്ന കറണ്ട് കാണണമെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൽ ആരെ കൺസിഡർ ചെയ്യണം? 1/s കൺസിഡർ ചെയ്യണം. 1/s ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പിഡൻസ് എസ് പ്ലസ് 1/s. അപ്പോൾ മൈനസ് I1 ഇൻറ്റു 1/s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1/s എന്ന് വരും. ഈ എസും എസും കട്ടാവും. ദെർഫോർ H21 ഈക്വൽ ടു I2 ബൈ I1 ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. I2 ഈ I1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 1/s സ്ക്വയർ പ്ലസ് 1 മൈനസ് 1/s സ്ക്വയർ പ്ലസ് 1 കിട്ടും. അതാണ് H21. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞു അല്ലേ, രണ്ട് പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിനെ ഷോർട്ട് ചെയ്തിട്ടുള്ള രണ്ട് പാരാമീറ്റർ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് പോർട്ടിനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് പോർട്ട് ടു ബി ഓപ്പൺ സർക്യൂട്ടഡ്. അപ്പോൾ ഇൻപുട്ട് പോർട്ടിനെ ഞാൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? I1 ഈക്വൽ ടു 0 ആയിരിക്കും. കറണ്ടാണ് 0 ആവുക. ഇനി അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടും. ഒന്ന് H22 ഈക്വൽ ടു I2 ബൈ V2. അപ്പോൾ നമുക്ക് ആദ്യം H22 നോക്കാം. അപ്പോൾ ഞാനിവിടെ I1 0 ആക്കി. I1 0 ആക്കി കഴിഞ്ഞാൽ എന്തർത്ഥം? ഈ 1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ കൂടിയും എസ് എന്ന് പറഞ്ഞ ഇൻഡക്ടറിൽ കൂടി എന്തില്ല? കറണ്ട് ഫ്ലോ ഇല്ല. അതായത് ഈ രണ്ട് സാധനവും നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സർക്യൂട്ട് അതായത് ഇങ്ങനെ ഇങ്ങനൊരു കണ്ടീഷനിലാവും ഇപ്പോൾ സർക്യൂട്ട് ഇരിക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് I2 മാത്രമേ ഉണ്ടാവുള്ളൂ, I1 0 ആയി. അപ്പോൾ ആ കണ്ടീഷനിൽ V2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് എലമെൻസിനും അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും V2. സോ നമുക്ക് V2 എഴുതാം. V2 ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ആകെ സർക്യൂട്ടിൽ കറണ്ട് I2 മാത്രമേ ഉള്ളൂ, I1 ഇപ്പോൾ 0 ആയി. അപ്പോൾ എസും 1/s എന്താണ്? സീരീസ് ആണ്. കാരണം I2 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എസ്സിൽ കൂടെ കയറി, പിന്നെ ഈ ജംഗ്ഷൻ എത്തുമ്പോൾ I2 നോക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കും. അപ്പോൾ 1/s കൂടെ പോവാം, എന്നിട്ട് തിരിച്ച് നെഗറ്റീവിലേക്ക് വരാം. പക്ഷെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ഇൻപുട്ടിനെ നമ്മൾ ഓപ്പൺ ചെയ്തേക്കാണ്. അപ്പോൾ ഇൻപുട്ടിനെ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് പോർട്ടിലേക്ക് കറണ്ട് ഫ്ലോ പോസിബിൾ അല്ല, I1 0 ആയ കാരണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എസും 1/s എന്തായിരിക്കും? സീരീസ് ആയിരിക്കും അല്ലേ. I2 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എസ്സിൽ കൂടെ കയറി, ഈ ജംഗ്ഷൻ എത്തുമ്പോൾ 1/s കൂടെ കയറി തിരിച്ച് റിട്ടേൺ നെഗറ്റീവിലേക്ക് വരും. അപ്പോൾ V2 ഈക്വൽ ടു S പ്ലസ് 1/s ഇൻറ്റു I2 അല്ല, ടോട്ടൽ ഇമ്പിഡൻസ് ഇൻറ്റു കറണ്ടാണ് V2. അങ്ങനെയാണെങ്കിൽ H22 ഈക്വൽ ടു I2 ബൈ V2 ആണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. V2 ഈക്വൽ ടു S സ്ക്വയർ പ്ലസ് 1/s എന്നാണ്. 1/s I2. Therefore H22 ഈക്വൽ ടു I2 ബൈ V2 ഈക്വൽ ടു I2 ബൈ V2 എന്ന് പറയുമ്പോൾ S ബൈ S സ്ക്വയർ പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? H22 കിട്ടി. ഇനി ബാക്കി റിമൈനിങ് ഒരു പാരാമീറ്ററേ ഉള്ളൂ, H പാരാമീറ്റർ. അതെന്ന് പറയുന്നത് H12 ആണ്. H12 ഈക്വൽ ടു V1 ബൈ V2 എന്നാണ് കിട്ടുക അല്ലേ. H12 ഈക്വൽ ടു V1 ബൈ V2. ഇൻപുട്ട് പോർട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇൻപുട്ട് പോർട്ട് ഓപ്പൺ ചെയ്താൽ V1 എന്ത് വരും? V1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/s അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V1 അല്ലേ. ഇവിടെ ഇപ്പോൾ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 1/s കറക്റ്റ് പാരലൽ ആയിട്ടാണ് V1 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ V1 എന്ന് പറയുന്നത് 1/s ഇൻറ്റു അതിൽ കൂടെയുള്ള കറണ്ടായ I2. നമുക്ക് V1 കിട്ടി. ഇനി V1 ബൈ V2 റേഷ്യോ എടുക്കാം.
V1/V2 എന്ന് പറയുമ്പോൾ 1/s ഇൻറ്റു I2 ഡിവൈഡഡ് ബൈ V2 ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് S² + 1 ഇൻറ്റു I2 ബൈ എസ് ഉണ്ട്. ആ എസ് എവിടേക്ക് വരും? മുകളിലേക്ക് വരും. എസ്സും ക്യാൻസലായി, I2 ക്യാൻസലായി. Therefore H12 ഈക്വൽ ടു ഇവിടെ ബാക്കി റിമൈനിങ് 1 ഉള്ളൂ, 1/s² + 1 എന്ന് കിട്ടും. അപ്പോൾ H12 എന്ന് പറയുന്നത് 1/s² + 1 ആണ്. നമ്മുടെ എല്ലാ H പാരാമീറ്റേഴ്സും നമുക്ക് നോക്കാം. H11 എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. H21 -1/s² + 1, H22 s/s² + 1 ആൻഡ് H12 1/s² + 1. അപ്പോൾ ഇതെല്ലാം എസ് ഡൊമൈനിലാണ് നമുക്ക് ആൻസേഴ്സ് കിട്ടുക. കറക്റ്റ് റെസിസ്റ്റേഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് ഓം മോ എന്നൊക്കെ പറഞ്ഞ യൂണിറ്റ്സ് അല്ലെങ്കിൽ കറക്റ്റ് വാല്യൂസ് ആയിട്ട് കിട്ടും, ഫൈനൈറ്റ് വാല്യൂസ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ റെസിസ്റ്റേഴ്സ് മാത്രമല്ല, ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്റേഴ്സിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ആൻസേഴ്സ് എല്ലാം തന്നെ എസ് ഡൊമൈനിലാണ് കിടക്കുക. ഇതാണ് ഒരു H പാരാമീറ്റർ, 2 പോർട്ട് നെറ്റ്വർക്കിലെ H പാരാമീറ്റർ കാണാനുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ. ഇതെല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക, സ്റ്റെപ്സ് ഒക്കെ എഴുതി ഇക്വേഷൻസ് ഒക്കെ നന്നായി പഠിക്കണം, ഫോർമുലാസ് ഒക്കെ എന്നിട്ട് ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.